ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഹലോ നമസ്കാരം. ലാലേട്ടൻ ജിത്തു മാധവൻ ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ തുടരും ചിത്രം 150 കടന്ന് 200 ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറപറ അപ്ഡേറ്റുകളുണ്ട്, എല്ലാം പടപടാന്ന് പറഞ്ഞു പോവാം. റെട്രോ പ്രൊമോഷന് ട്രിവാൻഡ്രത്ത് ലുലുവിൽ വന്നപ്പോൾ ജയറാമേട്ടൻ തന്റെ ഇനി വരാൻ പോണ 2 സിനിമകളെ കുറിച്ച് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് കറങ്ങി നടക്കുന്ന റൂമേഴ്സ് ആണ് ദിലീഷ് പോത്തന്റെയും ഗിരീഷ് ഷേഡിയുടെ അടുത്ത 2 ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്നത് ജയറാമേട്ടനാണെന്നാണ്. എന്തായാലും അതെങ്കിലും നടക്കട്ടെ. കുറെ നാളെ ജയറാമേട്ടന്റെ നല്ലൊരു സിനിമ കണ്ടിട്ട് ഇപ്പോൾ തെലുങ്കിലും തമിഴിലും ഇപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രഭാസിനെ നായകനാക്കി ഓംറോത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ആദിപുരുഷ്. ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ അവർ വിളിച്ചു പോകും. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇതെന്തിനാണ് ഇപ്പൊ പറയുന്നതെന്നല്ലേ? പറയാം, വെയിറ്റ്. ആദിപുരുഷ് സിനിമ തെലുങ്കിൽ 120 കോടിക്കാണ് വിറ്റത്. അതിനർത്ഥം നിരവധി പ്രേക്ഷകർ സിനിമ കണ്ടുവെന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, സംവിധായകൻ ഓംറോത്ത് പറഞ്ഞതാണ്. അബ്രാം മോസ്ലർ എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസിന്റെ 2 ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് ഉണ്ണി മുകുന്ദനും ആദ്യമേ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. അടുത്തതായി 2017 ശേഷം മിഥുൻ മാനുവൽ തോമസും ജയസൂര്യയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ആട് 3. പാലക്കാട് കേന്ദ്രീകരിച്ച് മെയ് 15 കൂടിയാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു ഹോപ്പ് ഉണ്ട്. ആട് 2 ശേഷം ആട് 3 ഭാഗം ഇറങ്ങുകയാണ്. അതൊരു ജോണർ ചേഞ്ച് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ചിത്രത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഒരു സംശയം. സംശയം എന്നും നല്ലതാണ്. ഈ ജോണർ ഷിഫ്റ്റ് ചെയ്ത് ആടെന്ന മൂവിന്റെ എസൻസ് വഴി സിനിമ ശരിയാകാതെ വന്നാൽ പാച്ചും അത്ഭുതവിളക്ക് എന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളി വെച്ച് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം കൊച്ചിയിൽ വെച്ച് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയെ കൂടാതെ അജു വർഗീസും മറ്റ് കേന്ദ്ര കഥാപാത്രമായി സിനിമയിൽ എത്തുന്നുണ്ട്. ഫാന്റസി കോമഡി ഡ്രാമയാണ് ചിത്രത്തിന്റെ ജോണറായി കണക്കാക്കപ്പെടുന്നത്. പാലക്കാടും കൊച്ചിയുമാണ് ചിത്രത്തിന്റെ മേജർ ലൊക്കേഷനായി കണക്കാക്കപ്പെടുന്നത്. നിവിൻ പോളി അഖിൽ സത്യൻ മൂവിയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. ജസ്റ്റിൻ ദിലീപേട്ടനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി. ചിത്രം ഈ മെയ് 9 കൂടിയാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നൽകുന്നത്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് ചിത്രം എത്തുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ നടന്നു വരുന്നു. എന്തായാലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഇല്ല. തുടരും പോലെ ഒരു മോത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ലൊരു വിജയം നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും ദിലീപേട്ടന്റെ വലിയൊരു കമ്പാക്കാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതായത് ഈ ചിത്രത്തിലൂടെ നേടിയെടുക്കട്ടെ. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥമില്ലേ? അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുഡ് ബാഡ് ആഗ്ലി. ചിത്രത്തിൽ അജിത്തിനെ കൂടാതെ തൃഷയും അർജുൻ ദാസും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാകുമെന്ന് പ്രതീക്ഷിച്ചു പോയവർക്ക് കിട്ടിയത് ഇതായിരുന്നു. ചിത്രത്തിന്റെ OTT അവകാശം നേടിയെടുത്തത് നെറ്റ്ഫ്ലിക്സ് ആണ്. തിയേറ്റർ റണ്ണ് കഴിഞ്ഞതിന് ശേഷം മെയ് 8 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീം ചെയ്യുന്നതാണ്. പൃഥ്വിരാജിനെ നായകനാക്കി 2018 നിർമ്മൽ സഹദേവ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണം. മുഴുവനായിട്ടും അമേരിക്കയിൽ ചിത്രീകരിച്ച ചിത്രത്തിന്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത് 55 കോടി രൂപയാണ്. ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 14.2 കോടി രൂപയാണ്. ചിത്രം മിക്സഡ് റിവ്യൂ ആണ് അന്നേ ഉണ്ടായിരുന്നത്, പക്ഷേ തിയേറ്ററിൽ പരാജയമായി പോയി. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. തിയേറ്റർ റണ്ണിന് ശേഷം ടെലിവിഷൻ പ്രീമിയറിലൂടെ മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ റിലീസിലൂടെയുമാണ് ചിത്രം സ്വീകാര്യത നേടിയെടുത്തത്.
ഋണം 2 ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ ജെയ്ക്സ് ബിജോയ് തുടരുമെന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം റിപ്പോർട്ടറിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിർമ്മൽ സഹദേവ് ആ സ്ക്രിപ്റ്റിന്റെ വർക്കിലാണെന്നും പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ രീതിയിലുള്ള എക്സൈറ്റ്മെന്റിലാണെന്നാണ് ജെയ്ക്സ് ബിജോയ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂ. കാണാൻ ആശുവന്നല്ലേ എന്തായാലും ഋണം 2 നല്ല രീതിയിൽ ഒരു വെൽ മെയ്ഡ് ക്വാളിറ്റി ചിത്രമായിട്ട് വരട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ജയിലർ എന്ന വമ്പൻ ചിത്രത്തിന് ശേഷം നെൽസൺ രജനികാന്തിനെ വെച്ച് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഏപ്രിൽ മാസത്തിൽ പാലക്കാട് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കാസ്റ്റും വിവരങ്ങൾ അറിയാൻ എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്ന റൂമേഴ്സ് പ്രകാരം ഫഹദ് ഫാസിൽ, SJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, ചെമ്പൻ വിനോദ് ജോസ്, ഭല്ലയ്യ ഇവരെ കൂടാതെ ബോളിവുഡിലെ ഒരു പ്രധാന താരം ഈ ചിത്രത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടെങ്കിലും സെക്കൻഡ് പാർട്ടിൽ ഷെഡ്യൂളിൽ ഇതുവരെ പങ്കെടുത്തായിട്ട് ഒഫീഷ്യലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഏതാണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം. തൊട്ടില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത്. നെൽസൺ ലാലേട്ടനെ കാണാൻ വേണ്ടി ഹൃദയപൂർവ്വം സെറ്റിലേക്ക് പോയിരിക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ. ഒന്നോടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ട് അപ്പോ കലാശക്കൊട്ട് തുടങ്ങാം അല്ലേ? പിന്നെ ഹര ഹരോ ഹര. എന്തായാലും ചിത്രത്തിന്റെ വമ്പൻ ഒരു പ്രഖ്യാപനം ഈ അടുത്ത് തന്നെ ഉണ്ടാകും. എന്തായാലും ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ലാലേട്ടനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലാലേട്ടൻ അനൗൺസ് ചെയ്തായിരുന്നു. ഇപ്പൊ അത് ഡ്രോപ്പായി. ഡ്രോപ്പായിട്ടില്ല, പക്ഷെ ഇങ്ങനെ പോയാൽ അത് ഡ്രോപ്പ് ആവുന്ന ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രധാന കാരണമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി ജിത്തു മാധവൻ തന്റെ പ്രതിഫലം കൂട്ടിയെന്നുള്ളതാണ്. ഇനി ഈ സിനിമ ലൈംലൈറ്റിന് വരണമെങ്കിൽ ആശീർവാദിനെ പോലെ ഒരു ജയൻ കമ്പനി തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം ആശീർവാദിന് തന്നെ ഇനി ഇപ്പോൾ ഒരുപാട് സിനിമകൾ ബാക്കി പെൻഡിങ് ഉണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. സോ അവരെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല. ഒരു ജയൻ അനദർ കമ്പനി തന്നെ ഇതിനുവേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിലവിൽ വരണം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ സിനിമ എന്തായാലും ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമ എന്തായാലും ലൈംലൈറ്റിലേക്ക് വരട്ടെ. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും. റിലീസിനെത്തിയതിനു ശേഷം ചിത്രം നല്ല രീതിയിലുള്ള റെസ്പോൺസോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ തെലുങ്കോടൊപ്പം നല്ല രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണങ്ങളോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ ചിത്രത്തിന്റെ തമിഴ് ഡബ്ഡ് വേർഷൻ മെയ് 9 റിലീസിനെത്തുമെന്ന് തുടരും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അധികം ഹൈപ്പോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ പ്രേക്ഷക പ്രതികരണത്തിലൂടെ 50, 100 കടന്ന് 150 കോടിയിലേക്ക് ഇപ്പോൾ ചിത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്കാണ് ചിത്രം പോകുന്നതെങ്കിൽ ചിത്രം മറ്റു പല റെക്കോർഡുകളും തകർത്ത് 200 കോടി നേടിയെടുക്കുന്നുള്ള സംശയം വേണ്ട. ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.